ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ പാറക്കുട്ടി അംഗൻവാടിയിൽ പോകാൻ വേണ്ടി ഇതാ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവളുടെ മേക്കപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അവൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയോ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊതുവേ പറയണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ണെഴുതാനും അതേപോലെ പൊട്ട് വയ്ക്കാൻ, ലിപ്സ്റ്റിക്ക് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മുടി കെട്ടാൻ മാത്രം അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഞാൻ പറയാം, മുടി കെട്ടാൻ അവൾ അയക്കുകയില്ല. പ്രത്യേകിച്ച് അവളുടെ അച്ഛനാണെങ്കിൽ അവൾ അയക്കും. ഞാൻ തലയിൽ തൊടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾ ഒരേ കരച്ചിൽ കരയും. അതെപ്പോഴും അങ്ങനെയാണ്. ചെറുപ്പം മുതലേ ചെറുതായിരിക്കുമ്പോഴേ അവളുടെ തലമുടിയിൽ ഞാൻ തൊടാൻ പറ്റില്ല. അതെന്താണെന്നറിയില്ല. പക്ഷെ അവളുടെ അച്ഛനാകുമ്പോൾ അവൾ അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇതാ കവിളിലും താടിയിലും അവിടെയും കഴുത്തിലടക്കം കുത്തു വേണം പറഞ്ഞിട്ട് അവൾ വാശി പിടിക്കണം. അത്രയും ആട്ടക്കാരിയാണ് പാറക്കുട്ടി. നീ കണ്ണിൽ ചെറുതായിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കുക, അവൾ കാണിച്ചു തരും. ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനൊക്കെ. ആട്ടക്കാരി എന്ന് പറഞ്ഞല്ലേ, അങ്ങനെയുള്ള ആട്ടക്കാരിയാണ് അവൾ. ഉണ്ടാണ്ട് കണ്ണടച്ചിരിക്കും, കരിയൊന്നും ചെയ്യില്ല, അനുസരണയോടെ ഇരിക്കും അവള്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മുടി കെട്ടാൻ മാത്രം ഞാൻ ആ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ മുടി കെട്ടുമ്പോൾ അവൾ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതോ മയ്യൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്. വീഡിയോ എടുക്കാനോ അതേപോലെ ഒന്നിനും സമയമില്ല. കുട്ടികളുള്ളത് കൊണ്ട് ഭയങ്കര ബഹളവും ഇതൊക്കെ ആയിട്ട് പിണക്കവും തല്ലുകൂടലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പാറക്കുട്ടിക്ക് ഇന്ന് അംഗൻവാടി ഉള്ളത് കൊണ്ട് അവളിനെ അയച്ചു വിടുകയാണത്. ഇനി അടുത്തത് ഉണ്ണി എന്താ ചെയ്യാൻ പോലെ? നല്ല വാക്കു കേക്കണം. കരഞ്ഞല്ലേ പോലീസ് വരും. ഈ വടി എടുത്തിട്ട് വാ. അതാ ഞാൻ പറഞ്ഞില്ലേ, അവൾ അങ്ങനെയാണ്. ഞാൻ മുടി കെട്ടാൻ തല തൊടാൻ അയക്കില്ല. എന്തൊക്കെയോ ഞാൻ ക്യാമറയൊക്കെ ഓഫാക്കി നല്ല വാക്കൊക്കെ പറഞ്ഞു, മുട്ടായി വാങ്ങിത്തരാം, ഞാഞ്ഞ് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. എന്നിട്ടാണ് അവളൊന്ന് മുടി കെട്ടാൻ അയച്ചത്. മുടി കെട്ടി കഴിയുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞ ഒരു അരമണിക്കൂർ കൂടുതലായി അവളുടെ മുടി കെട്ടണമെങ്കിൽ. അങ്ങനെ ഇതാ മുടിയൊക്കെ കെട്ടി സുന്ദരിയായി അംഗൻവാടി പോകാൻ വേണ്ടി നിൽക്കണം. പക്ഷേ ഞാൻ അവളോട് അംഗൻവാടി പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൾ പിണങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം വേണ്ട, നീ അംഗൻവാടി പോകണ്ട, നമുക്ക് കൊടുവായൂർ പോയിട്ട് നിനക്ക് ചെരുപ്പ് വാങ്ങിത്തരാൻ അവൻ ഓടി വന്ന് ഉമ്മ തരികയാണ് കേട്ടോ. ഇനി അടുത്തൊരു അംഗം അംഗൻവാടി എത്തുമ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ കരയില്ല. ഇന്നെന്തോ ആൾക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു അംഗൻവാടി പോയി. ഏട്ടന്മാരൊക്കെ സ്കൂൾ ലീവല്ലേ, വെക്കേഷനല്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ അവിടെ എത്തിയാൽ കുറച്ച് കരയും, പിന്നെ അത് ശരിയാവും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.